ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില പറിക്കാൻ വന്നതാണ്. എൻ്റെ കറിവേപ്പില പറിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ കറിവേപ്പില ജ്യൂസാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില പറിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ 4 ചെറിയ നെല്ലിക്കയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തേ. നെല്ലിക്ക കട്ട് ചെയ്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് അല്പം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഈ നമ്മളുണ്ടാക്കിയ ജ്യൂസ് അരിച്ചൊഴിച്ചു. ഇത് അരിച്ചെടുക്കാതെ കുടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ കൂടുതലും നല്ലത്. ആൻറ്റി ഓക്സിഡൻസിലും വൈറ്റമിൻ സിയിലും ഒക്കെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നെല്ലിക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുമെന്നും പറയപ്പെടുന്നു. കൊളസ്ട്രോളൂടെ കുറഞ്ഞ് കിട്ടിയാൽ അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലേ.